നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്യാജ LLB സർട്ടിഫിക്കറ്റ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് പോലീസ്. കുസാറ്റ് ദുരന്തം പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം. രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശിനെതിരെ കേരളം പൊരുതുന്നു. വാർത്തകൾ വിശദമായി. വ്യാജ LLB സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത സംഭവത്തിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷൻ സ്വദേശി മനോജ് രാജിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഉപയോഗിച്ചത്. തിരുവനന്തപുരം സ്വദേശി സച്ചിൻ AGയുടെ പരാതിയിലാണ് കേസെടുത്തത്. കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം. സംഭവം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ടെക് ഫെസ്റ്റിന്റെ ചുമതലക്കാരായിരുന്നു പ്രതി ചേർക്കപ്പെട്ട രണ്ടുപേരും. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളായിരുന്ന ദീപക് കുമാർ സാഹു ആണ് കേസിലെ ഒന്നാം പ്രതി. ഗിരീഷ് കുമാരൻ തമ്പി, വിജയ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇനി കായിക വാർത്ത. രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശിനെതിരെ കേരളം പൊരുതുന്നു. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് എന്ന നിലയിലാണ്. 36 റൺസ് എടുത്ത ശ്രേയസ് ഗോപാലും 6 റൺസ് എടുത്ത ജലജ് സക്സേസുമാണ് ക്രീസിൽ. 74 റൺസ് നേടി പുറത്തായ വിഷ്ണു വിനോദാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 35 റൺസും സച്ചിൻ ബേബി 38 റൺസും എടുത്ത് പുറത്തായി. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.